അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിക്കാഹ് ഖുത്ബ വസ്തുത എന്താണ്? നബിചര്യ എന്താണ്? നമ്മുടെ നാടുകളിൽ സാധാരണയായി നിക്കാഹിനോടനുബന്ധിച്ച് ചെറിയ ഒരു സാരോപദേശം നൽകാറുണ്ട്. അഥവാ അഖ്ദുൻ നിക്കാഹിന്റെ കരാർ പൂർത്തിയാകുന്നതിന് മുമ്പ്, അതിന്റെ തൊട്ടു മുമ്പായി ചെറിയ സാരോപദേശം നൽകും. സാധാരണഗതിയിൽ നിക്കാഹ് ഖുത്ബ എന്നുള്ള പേരിലാണ് ഇത് നമ്മുടെ നാടുകളിൽ അറിയപ്പെടുന്നത്, ഖുത്ബത്തുൻ നിക്കാഹ്. എന്നാൽ പ്രമാണങ്ങളിൽ എന്താണ് ഇതിനുള്ള പേർ, അല്ലെങ്കിൽ പ്രമാണങ്ങളിൽ എന്താണ് ഇത് സംബന്ധമായി നമുക്ക് കാണാൻ കഴിയുന്നത്? ഇബ്നു മസ്ഊദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീത്ത് പ്രകാരം അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബത്തുൽ ഹാജ ഫി നിക്കാഹ് വഅയ്രിഹി, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹിലും നിക്കാഹേതര കാര്യത്തിലും ഖുത്ബത്തുൽ ഹാജത്തിന്റെ ഖുത്ബ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ്. എന്താണ് ഖുത്ബത്തുൽ ഹാജ എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അഥവാ അബൂ ഇസ്ഹാഖിനോട് ശുഅബ ചോദിച്ചത് നമുക്ക് കാണാവുന്നതാണ്. ഖുൽതു അബി ഇസ്ഹാഖ് ഹാദിഹി ഫി ഖുത്ബത്തിൻ നിക്കാഹ് ഔ ഫി ഗൈരിഹാ ഖാല ഫി കുല്ലി ഹാജ. ഒരിക്കൽ അബൂ ഇസ്ഹാഖിനോട് ശുഅബ ചോദിക്കുകയുണ്ടായി, ഇത് നിക്കാഹിന്റെ ഖുത്ബയിലാണോ ഈ മേൽ പറഞ്ഞ ഖുത്ബത്തുൽ ഹാജ എന്നുള്ളത്, അല്ലെങ്കിൽ നിക്കാഹേതര മറ്റു കാര്യങ്ങളിലാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാ കാര്യത്തിലും ഇത് അനുവർത്തിക്കാവുന്നതാണ് എന്ന് പറയുകയുണ്ടായി. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്, ചര്യയിൽപ്പെട്ടതാണ് നിക്കാഹിനോടനുബന്ധിച്ച് ഒരു പ്രഭാഷണം. അത് ഖുത്ബത്തുൽ ഹാജ എന്നുള്ള പേരിലാണ് ഹദീസിൽ അറിയപ്പെടുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ ഒരു ഫത്വയിൽ നിക്കാഹുൽ ഖുത്ബത്തുൽ ഹാജ അത് ഖുത്ബത്തുൽ നിക്കാഹ് ആണെന്ന് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അഥവാ ഹാജത്തിന്റെ ഖുത്ബ എന്ന് പറഞ്ഞാൽ അത് ഖുത്ബത്തുൽ നിക്കാഹിന്റെ ഖുത്ബ തന്നെയാണ് എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. വൽ അഫ്ളലു അൻ യകൂന ഖബ്ലഹു ഖുത്ബ, അഖ്ദിന്റെ മുമ്പ്, ബന്ധം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ഖുത്ബയുണ്ടായിരിക്കൽ നല്ലതാണ്. ഖിത്ബത്തല്ല, ഖുത്ബ, ഒരു പ്രഭാഷണം. ഖുത്ബത്തുൻ നിക്കാഹ് അത് നിക്കാഹ് ഖുത്ബയാണ്. ഹാദൽ അഫ്ളൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠകരം. ഇതിന്റെ മുമ്പ് തന്നെ ഒരു നിക്കാഹ് ഖുത്ബ ഉണ്ടായിരിക്കൽ നല്ലതാണ്. വഹിയ ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനു വനസ്തഗ്ഫിറു എന്ന് തുടങ്ങിയിട്ടുള്ളതായ ഒരു ഖുത്ബ. അതിന്റെ ഇടയിൽ നമുക്ക് കാണാം, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബത്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. നിസാ സൂറത്തിലെ പ്രഥമ ആയത്ത് അതിന്റെ ഇടയിൽ നമുക്ക് കാണാവുന്നതാണ്. അഥവാ അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നതായ ആയത്ത്. ഈ ഖുത്ബയെ ഖുത്ബത്തുൻ ഹാജ എന്നുള്ള പേരിലാണ് ഹദീസിൽ അറിയപ്പെടുന്നത്. അതിനാൽ തന്നെ അദ്ദേഹം പറയുന്നു, ഫൽ ഖുത്ബത്തു സുന്നത്തുൻ മുസ്തഹബ്ബ, വിവാഹത്തോടനുബന്ധിച്ച് ഒരു ഖുത്ബ എന്നുള്ളത് സുന്നത്താണ്, അത് അഭികാമ്യമാണ്. യഖ്റഉഹൽ വലിയു ഔ യഖ്റഉഹ സൗജ് ഔ യഖ്റഉഹ മൻ യഹ്ദറുഹുമാ മിനശ് ഷാഹിദീൻ ഔ ഗൈരിഹിമാ ഔ യഖ്റഉഹൽ മഅ്ദൂൻ അല്ലദീ യതസവ്വജൂന ഇൻദഹ അൽ മഅ്ദൂന ഔ അൽ ഖാദി അല്ലദീ യതസവ്വജൂന ഇൻദഹ യഖ്റഉഹ വാഹിദ് മിനൽ ഹാദിരീൻ അസ്സൗജ് أو الولي أو المأذون أو أحد الشاهدين حسن المقصود وتسمى خطبة الحاجة. ഈ ഖുത്ബ ആർക്ക് വേണമെങ്കിലും നടത്താം. അവിടെയുള്ള ഖാദിക്കോ അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട മറ്റാളുകൾക്കോ വരന് തന്നെയോ അല്ലെങ്കിൽ അവിടെയുള്ള സാക്ഷികളിൽ നിന്നുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഖുത്ബ നിർവഹിക്കാവുന്നതാണ്. ഈ ഖുത്ബ പറയപ്പെടുന്നത് ഖുത്ബത്തുൽ ഹാജ എന്നുള്ള പേരിലാണ്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് നമ്മൾ ഖുത്ബത്തുൻ നിക്കാഹ് എന്നുള്ള പേരിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ രീതിയിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അഥവാ അദ്ദേഹം അവസാനം പറയുന്നു, ലാകിൻ അൽ അഫ്ളൽ അൻ യകൂന അൽ അഖ്ദു ബഅദ ഹാദിഹിൽ ഖുത്ബ അല്ലതി സമിഅത്. ഇപ്പോൾ കേട്ട ഈ പ്രഭാഷണം പോലുള്ള ഈ ഒരു പ്രഭാഷണത്തിന്റെ ശേഷം അഖദ് അഥവാ സവ്വജ്തുക വഖബിൽതു എന്നുള്ളതായ പദങ്ങൾ ഉപയോഗിച്ച് നിക്കാഹ് ചെയ്യുന്നതാണ്. അഥവാ അതിന്റെ മുമ്പ് ഒരു ഖുത്ബയോടുകൂടി നിക്കാഹ് ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരം എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നതായി കാണാവുന്നതാണ്. അതുപോലെ മറ്റു ചില ഫത്വകളിൽ നമുക്ക് കാണാം, വ ഇൻസാദ ബഅദൽ ആയാത്ത് വൽ ഹദീസ് മഅ ശൈഇ മിനൽ വഅദ് വത്തദ്കീർ വനഹ്വി ദാലിക ഫലാ ഹറജ. ഈ മേൽ ഉദ്ധരിച്ചതായ ഖുത്ബത്തുൽ ഹാജ അതിനോട് ചേർത്ത് കുറച്ച് ആയത്തുകളും ഹദീസുകളും ഇതിനോട് അനുബന്ധമായിട്ടുള്ള ആയത്തുകളും ഹദീസുകളും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിൽ വിരോധമില്ല. അതാണ് സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിൽ നടക്കുന്നതായ ഖുത്ബത്തുൻ നിക്കാഹ്, അത് തന്നെയാണ് ഖുത്ബത്തുൽ ഹാജ.